ഗുഡ് മോർണിംഗ്. ഇന്ന് പതിവില്ലാണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്നത്. രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടതാണ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ കഴിച്ചത്. ഇത് കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചതായിരുന്നു. പിന്നെ ഞാൻ റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച് തുടങ്ങിയതാണ്. ഇന്നലെ ശ്യാമും ഞാനും കൂടെ സംസാരിച്ചിരുന്നപ്പോൾ ഞങ്ങൾ സംസാരത്തിൻ്റെ ഇടയിലും ഇങ്ങനെ പറഞ്ഞു, ഇപ്പം നമ്മൾ കാര്യങ്ങളൊന്നും കറക്റ്റല്ല, വൈകിയാണ് എഴുന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫുഡ് കറക്റ്റ് ആവുന്നില്ല. ഇന്നപ്പോൾ രാവിലെ എഴുന്നേറ്റതാട്ടോ. അതും ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ, ശ്യാം എഴുന്നേറ്റിട്ടില്ല. നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ എൻ്റെതായ കാര്യങ്ങളൊക്കെ എനിക്ക് സാവധാനം ചെയ്യാനും പറ്റി, വീഡിയോ എടുക്കാൻ പറ്റി, കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഇന്നെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയറും മുട്ട പുഴുങ്ങിയതും ആകാൻ വിചാരിച്ചു. കുറച്ച് ഹെൽത്തിയും കൂടെ ആയിക്കോട്ടെ. പിന്നെ ഉച്ചത്തേക്ക് ശ്യാമിന് ചോറ് കൊണ്ടുപോകണമല്ലോ, അതിന് വേണ്ടി കോളിഫ്ലവർ എടുത്തപ്പോഴത്തേക്കും കോളിഫ്ലവറിൻ്റെ മട്ടും ഭാവവും ഒക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസമായി ഇവിടെ ഇങ്ങനെ ഇരിക്കണത് കേട്ടോ. പിന്നെ കോളിഫ്ലവറൊക്കെ നന്നാക്കി സെറ്റാക്കി എടുത്തു. കറക്റ്റ് ടൈമിന് ശ്യാം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങ ചിരണ്ടാൻ തുടങ്ങുമായിരുന്നു, അപ്പോഴേ ശ്യാം വന്നു. ആ പണി ശ്യാമിനെ ഏൽപ്പിച്ചു. പിന്നെ കൊണ്ടുവന്ന ചീരയൊക്കെ ഒന്ന് കഴുകി വെച്ചു. കൊണ്ടുവന്ന ചീരയും അത്ര ഫ്രഷ് ആയിരുന്നില്ല കേട്ടോ. സാധാ എനിക്ക് മേടിക്കുമ്പോഴത്തേക്കും കുറച്ച് ഫ്രഷ് ആയിട്ടാണ് സെപ്റ്റോ എന്ന് തോന്നിയിട്ടുള്ളത്, പക്ഷെ ഇന്ന് കൊണ്ടുവന്നത് വാടിയതായിരുന്നു. അങ്ങനെ നമ്മുടെ ചായയും ചോറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് ഹെൽത്തിയാന്ന് പറഞ്ഞല്ലോ. ചായയിൽ ഞാൻ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എത്ര ദിവസത്തേക്കാണെങ്കിൽ ഹെൽത്തി എന്നൊന്നും അറിയില്ല. അപ്പം എന്തായാലും ബൈ.